നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുരിങ്ങയില പരിപ്പ് ചക്കക്കുരു കറിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുരിങ്ങയില എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 8-10 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിന് പകുതി പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 3 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ജീരകം ഒരു 1/4 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ പരിപ്പും ചക്കക്കുരുവൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവും പരിപ്പിൻ്റെ കഷ്ണമെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതാണെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷം ഞാൻ അരച്ച് കൊണ്ടുവന്ന് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അരപ്പ് ചേർക്കുമ്പം അത് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാലും മതി. അതിന് ശേഷം നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ.